അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. ഓണം ആഘോഷമാക്കി നല്ല നടപ്പുകാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ കുറുകെ ആരോഗ്യ പരിപാലനത്തിന്റെ പേരിൽ നടന്നു തുടങ്ങിയവർ രൂപീകരിച്ച ശബരി മൈൽസ് ആൻഡ് സ്മൈൽസ് ഗ്രൂപ്പ് എന്ന പ്രഭാത സവാരി ടീം ഇക്കുറി വ്യത്യസ്തമായ ഓണക്കാഴ്ച ഓണം വൈബ് 2K25 ഒരുക്കി. പ്രസിഡന്റ് ജോർജ് തേക്കാനത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. കാലടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ ഓണസന്ദേശം നൽകി. ബ്ലോക്ക് മെമ്പർ ആൻസി ജിജോ, വാർഡ് മെമ്പർ KV പോളച്ചൻ, കാലടി സെന്റ് ജോർജ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം താടിക്കാരൻ, സെക്രട്ടറി ഷാജോ ആലുക്കൽ, ട്രഷറർ സ്റ്റീഫൻ വരയിലാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗ്രൂപ്പിന് പേർ നിർദ്ദേശിച്ച് വിജയിച്ച ജെറ്റോ പോളിന് MLA അവാർഡ് നൽകി. യുവ കർഷകനായി തെരഞ്ഞെടുത്ത സെബാസ്റ്റ്യൻ മാഞ്ഞാലിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. സാഹോദര്യം, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യം ഇന്ത്യ അങ്ങനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ കേരളം അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു? നമ്മുടെ ഈ പഞ്ചായത്ത്, കാഞ്ഞൂരായാലും കാലടിയായാലും പഞ്ചായത്തൊക്കെ ഈ പ്രദേശം അങ്ങനെ വേണമെന്നില്ല ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ജസ്റ്റോ പോൾ, വൈസ് പ്രസിഡന്റ് സൈന ബാവ, കമ്മിറ്റി അംഗങ്ങളായ ടോണി പടയാട്ടി, വത്സൻ പടയാട്ടി, ജോയ് പൂണോളി, റോബി ആത്തപ്പള്ളി, തമ്പി, ലീലാമ വർഗീസ്, മേഴ്സി ആൻഡ്രൂ, സെലീന വത്സൻ എന്നിവർ ചേർന്ന് ടീം ഓണാഘോഷങ്ങൾക്ക് മിഴിവേറ്റി. മാവേലി തമ്പുരാൻ ഓണ ആശംസകളോടെ പൂവിളി ഒരുക്കി. വീർപ്പിച്ച ബലൂണുകൾ പങ്കാളിയുടെ മടിയിലിരുന്ന് പൊട്ടിച്ചും ചതയ ദിനത്തിൽ ഉന്നം നോക്കി പന്തടിക്കലും കുടം തല്ലലും മലയാളി മങ്കിയായി അണിഞ്ഞൊരുങ്ങിയതുമെല്ലാം ഓണത്തെ ആഘോഷമാക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പുരുഷ വനിതാ ടീമുകളുടെ വടംവലിയും സംഘടിപ്പിച്ചിരുന്നു. പൊതു ഇടങ്ങൾ അന്യം നിന്ന് പോയപ്പോൾ കൈകോർത്ത് പിടിച്ചൊരു കൂട്ടായ്മ പാലത്തിലൂടെ കാലമർത്തി നടക്കാൻ ശ്രമിച്ചതിന്റെ വിജയം കൂടിയാണ് ഈ ഓണാഘോഷം. ദുരൂഹായ ഇരുട്ടിന്റെ നിഴൽ വീണ ശബരിപാത ഈ ഓണാഘോഷത്തോടെ പുതിയ അധ്യായം കുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഇവിടെ വേദിയില്ല. ഇത് കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പാതയായി മാറി. ന്യൂസ് ബ്യൂറോ, കാലടി.